പ്രഗ്നൻസി പീരീഡിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ ചിലതരം ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അബോർഷനും അതുപോലെ കുഞ്ഞിൻ്റെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും തന്നെ ധാരാളമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ്. എന്നാൽ പച്ച നിറത്തിൽ മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങുകൾ ആർക്കും തന്നെ ഉപയോഗിക്കുന്നത് നല്ലതല്ല. എന്നിരുന്നാൽ കൂടി പ്രഗ്നൻസി പീരീഡിൽ ഗർഭിണികൾ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന വ്യത്യസ്ത തരം ടോക്സിൻസ്, അതായത് സൊലാനിൻ കണ്ടൻറ്റുള്ള ഈ പച്ച നിറത്തിലുള്ള മുളകൾ കുഞ്ഞിൻ്റെ വളർച്ചയെ വളരെയധികം ദോഷകരമായിട്ട് പ്രഗ്നൻറ്റ് ലേഡീസ് തീർച്ചയായിട്ടും ഇത്തരം ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. പ്രഗ്നൻസി ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പീച്ചിൻ്റെ ഉപയോഗം പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇത് യൂട്ടറസിൽ ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നതിനായിട്ട് കാരണമാകും. പ്രഗ്നൻസി പീരീഡിൽ പീച്ച് കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചിരിച്ചിൽ കൂടുന്നതായിട്ടും തൊണ്ടവേദന, തൊണ്ടയ്ക്ക് അസ്വസ്ഥതകൾ കൂടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾ മാക്സിമം ഒഴിവാക്കേണ്ട മറ്റൊന്നാണ് സോസേജ് പോലുള്ള പ്രോസസ്ഡ് മീറ്റ് ഐറ്റംസ്. ഇത് പൂർണ്ണമായിട്ടും ഇത് ഒഴിവാക്കുക. കാരണം ഇതിലൂടെ നമ്മുടെ കുഞ്ഞിന് ലിസ്റ്റീരിയ ബാക്ടീരിയയുടെ ആക്രമണം ഉണ്ടാവാനായിട്ട് വളരെയധികം സാധ്യതയുള്ളതാണ്. പ്ലസൻറ്റയിലൂടെ ഫീറ്റസിൻ്റെ ബ്ലഡ് പോയ്സണിങ് വരുത്തുന്നതിന് ഇത് കാരണമാകും. പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഫിഷസും നമ്മളിങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം മത്സ്യങ്ങൾ നിങ്ങൾ പ്രഗ്നൻസി പീരീഡിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇവയും ലിസ്റ്റീരിയ ബാക്ടീരിയ കണ്ടന്റ് നന്നായി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ്. ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അബോർഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെയധികം ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒന്നാണ് മുരിങ്ങക്കായ. അതുപോലെ മുരിങ്ങപ്പൂവ് തോരൻ വെച്ചെല്ലാം നമ്മളെല്ലാവരും കഴിക്കുന്നതാണ്. പക്ഷേ പ്രഗ്നൻസി ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇവ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതിലടങ്ങിയിരിക്കുന്ന ആൽഫ-സീറ്റോസ്റ്റിറോൾ അബോർഷനെ കാരണമാകാൻ സാധ്യതയുണ്ട്. മിനറൽസും വൈറ്റമിൻസും ധാരാളം അടങ്ങിയ ലിച്ചി ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പൂർണ്ണമായും ഒഴിവാക്കാം. ഇത് നമ്മുടെ ചൂട് വർദ്ധിപ്പിച്ച് ബോഡി ബാലൻസ് കുറയ്ക്കുന്നു. മാത്രമല്ല അബ്ഡോമിനൽ ക്രാമ്പ് ഉണ്ടാകുന്നതിനും ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നതിനും ഇത് കാരണമായേക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പൈനാപ്പിൾ കഴിക്കരുതെന്ന് പൊതുവെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിവുള്ളതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ബ്രോമിലൈൻ സെർവിക്സ് സോഫ്റ്റ് ആക്കുകയും ഗർഭപാത്രത്തിൻ്റെ സങ്കോചങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇത് അബോർഷനിലേക്ക് വഴിതെളിക്കുന്നത് കൊണ്ടാണ് ഇത് കഴിക്കരുതെന്ന് പറയുന്നത്. പച്ച പപ്പായയിലും പൂർണ്ണമായും പഴുക്കാത്ത പപ്പായയിലും അടങ്ങിയിരിക്കുന്ന ചിലതരം എൻസൈംസ് യൂട്ടറിൻ കോൺട്രാക്ഷൻ കൂടുതലായി ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഈ സമയത്ത് ഇത്തരം പപ്പായ കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അലോവേര ജ്യൂസ് കഴിക്കുന്നത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. എന്നാൽ പ്രഗ്നൻസി ടൈമിൽ അലോവേര ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെൽവിക് ഹെമറേജ് ഉണ്ടാകുന്നതിനും അബോർഷൻ ഉണ്ടാകുന്നതിനും കാരണമായേക്കാം. അതുപോലെ സോഫ്റ്റ് ചീസ്, വേവിക്കാത്ത മുട്ട, അതായത് പൂർണ്ണമായും വേവിക്കാത്ത ഹാഫ് വേവിലൊക്കെ എടുക്കുന്ന മുട്ട, നന്നായി തിളപ്പിക്കാത്ത പാല്, ഇവയെല്ലാം തന്നെ ഈ സമയത്ത് ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിലൂടെ സാൽമണല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറാനും അത് ഫീറ്റസിനെ ദോഷകരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. പലരും ഇത് ഡയറക്റ്റായിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ഇവ ചേർന്നിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാറില്ല. ഉദാഹരണത്തിന് മയോണൈസ്, അതുപോലെ നമ്മൾ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കിയത്, ഐസ്ക്രീംസ്, ഇതിലെല്ലാം ഇവയുടെ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങി വരുന്ന സാധനങ്ങളാണ്. ഇവയെല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. പുറത്തു പോകുമ്പോഴോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വിസിറ്റിനൊക്കെ പോകുമ്പോൾ നമ്മൾ ദാഹം അകറ്റാനായിട്ട് പൊതുവെ ആശ്രയിക്കുന്ന ഒന്നാണ് ഫ്രൂട്ട് ജ്യൂസുകൾ. പ്രത്യേകിച്ച് പാക്കറ്റിലും ടിന്നിലൊക്കെ വരുന്ന പാക്കറ്റ് ജ്യൂസുകൾ ധാരാളമായിട്ട് കുടിക്കാറ്. എന്നാൽ പ്രഗ്നൻസി ടൈമിൽ ഇവ ഒരിക്കലും തന്നെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇവയിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഈ ബാക്ടീരിയ നമ്മുടെ കുഞ്ഞിനെ വളരെയധികം ദോഷകരമായി ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലും റിലേറ്റീവ്സിലും പ്രഗ്നൻറ്റ് ലേഡീസിന് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ഇൻഫർമേഷനാണ്. ഇതെല്ലാവരിലേക്കും പാസ്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കാനായിട്ട് ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കൂ.